ഐ എം ദീപ എസ് പണിക്കർ. എൻ്റെ വീടെന്ന് പറയുന്നത് സഹദേവ മന്ദിരമാണ്. എൻ്റെ സ്വന്തം വീടാണിത്. ഇതെനിക്ക് സെറ്റിൽമെൻറ്റ് ഡീഡിൽ കൂടെ കിട്ടിയതാണ്. എൻ്റെ അച്ഛൻ്റെ ഷെയറാണിത്. എനിക്ക് 146 സെൻറ്റ് സ്ഥലവും വീടുമുണ്ട്. അപ്പം കുറച്ച് ആൾക്കാർ, ഞാൻ ഡിവോഴ്സ്ഡാണ്, അപ്പോൾ എൻ്റെ പുറകിൽ ഇങ്ങനെ കുറേ എണ്ണം നടക്കുകയാണ്. എന്നെ എങ്ങനെയെങ്കിലും വക വരുത്തണം, ഞാൻ എന്നിട്ട് കുറേ എണ്ണം അങ്ങ് അഭിനയിക്കുകയാണ്. അവരെ ഇങ്ങോട്ടാണ് വരുന്നത്, അവർ എൻ്റെ ആരൊക്കെയാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ അഭിനയിച്ചങ്ങ് തകർക്കുവാണ് കേട്ടോ. ഇവിടെ ഒന്നും ഒരവനും വരത്തില്ല, ഒരു ഈച്ച പോലും ഞങ്ങൾ കയറ്റത്തില്ല ഒരവനെ. ഇതുവഴി ഒരു പാത്ത് വേ ഉണ്ട്, അതുവഴി നടന്നു പോയിക്കൊണ്ടാണ് ഈ കഥകളൊക്കെ ഉണ്ടാക്കുന്നത്. ഇവിടെ ഞാനും എൻ്റെ അമ്മയല്ലാതെ വേറെ ആരുമില്ല. ഇതാണ് ഈ പാത്ത് വേ. ഇത് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലോട്ടുള്ള പാത്ത് വേ ആണ്. ഏതാൾ വന്നാലും ഇത് നിങ്ങൾക്ക് പരിശോധിക്കാം. ചേച്ചി, ഗീത ചേച്ചി, ഗീതയൊക്കെ വരത്തില്ലയോ ഇന്ന്? പ്ലാസ്റ്റിക് എടുക്കാൻ വരത്തില്ലയോ എന്ന്? അവർക്ക് ചെവിയേക്കത്തില്ലയോ? പ്ലാസ്റ്റിക് എടുക്കുന്നവരല്ലേ അത്? ആ, ഇന്ന് വരത്തില്ലയോ പ്ലാസ്റ്റിക് എടുക്കാന്? ആ വാ, ഇപ്പൊ ഞാൻ തുറക്കാം. അയ്യോ, ഞാൻ കേട്ടില്ല കേട്ടോ. ആ ശരി ശരി ശരി. ഉച്ചയ്ക്ക് നേരത്തെ വരണേ കേട്ടോ. നിങ്ങൾ കഴിക്കാൻ പോകുമ്പോഴാണോ? എത്ര മണിക്കാ? എന്നാ ഇപ്പം അങ്ങ് ഞാൻ അങ്ങോട്ട് വെച്ചേക്കാം, പൈസയും തരാം. നിങ്ങൾ ഇവിടെ ഇപ്പം വന്നതല്ലേ, ഞാനിങ്ങ് എടുത്തോണ്ട് വരാം. ആ, ഞാനിങ്ങോട്ട് എടുത്ത് വയ്ക്കാം. ഞാനിങ്ങ് കൊണ്ടുവരാം ഇപ്പം തന്നെ. ഒരു 2 മിനിറ്റ് വാ, അവിടെ നിൽക്ക്. പ്ലാസ്റ്റിക് എടുക്കുന്നവർ വന്നു. ഇവിടെ പൂട്ടിയിട്ടേക്കുന്ന ഒരു രവി എന്ന് പറയുന്നവനുണ്ടല്ലോ, കള്ള് കുടിച്ചിട്ട് ഇങ്ങോട്ട് കയറി വരിക, ഭയങ്കര പാട്ട് പാടുക, ഭയങ്കര ശല്യം അവനെ കൊണ്ട്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചങ്ങ് പൂട്ടിയിട്ടേ. കയറുകയൊക്കെ ഉറക്കുക, പൈസയും കൂടെ എടുത്ത്. ആ, ഇട്ടേര്. ഇങ്ങനത്തെ ഒരു നല്ല ചാക്ക് കൊള്ളത്തില്ല, അതുകൊണ്ടേ ചാക്കിനകത്തൂടെ അങ്ങ് ഇട്ടേക്കാം. ആ ബാ, പൈസയും തരാം. എന്തു കാലയളവ്? 25 നമ്മുടെ ഈ വർഷത്തെ